ഇരിക്കുന്ന ദുരിതരാശികൾ യഥാവരെ സംഹൃതങ്ങളായി ചമയും എന്ന് നിശ്ചയമത്രയല്ലോ ആകുന്നത്. എന്നതുകൂടാതെ കണ്ട മറ്റ സാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികൾ ഭ്രമിച്ച് പ്രധാ തന്നെ കാലക്ഷേപം ചെയ്ത് ദുരിതമാർജിച്ചു പോകുകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്കത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഓരോ വസ്തുവെങ്കിൽ ആയതൊക്കെയും കൊള്ളാം സുഹൃതദുഃഖങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്തെങ്കിലേ മനുഷ്യജന്മം എന്ന ജന്മത്തെ ദൈവഗതിയാൽ ലഭിച്ച മാർവക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതി വരുത്തി പോവാനായിട്ട് വേണമത്. എല്ലാവരും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുക. ആയതത്ര ഇവിടെ ജന്മസാഫല്യമാകുന്നത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ചന്ദ്രചൂടൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ഭവാന്മാർക്ക് പല പ്രകാരങ്ങളെയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും അതിദൈവികങ്ങളായും അതിഭൗതികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായിരിക്കുന്ന സങ്കടങ്ങളെ ആസകലം തന്നെ ദൂരത്തെങ്കിൽ കളഞ്ഞ് ഇഹലോകത്തെങ്കിൽ സൗഖ്യത്തെയും പരലോകത്തെങ്കിലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക. അയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആര് രക്ഷിതാവെന്നല്ലേ. ചന്ദ്രചൂടൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ആര്? ചന്ദ്രചൂടനോ എന്തിനാണ് ഇത്രയധികം സംശയിക്കുന്നത്? ചന്ദ്രകലാധരനായി പാർവതീകാന്തനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരനെ തന്നെയല്ലോ ഇവിടെ ഭവാന്മാരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് കൽപ്പിച്ചിട്ടുള്ളത്. ആയതുകൊള്ളാം നല്ല ശിക്ഷ വഴിപോലെ ബോധിച്ചു. ഇത്രയധികം രക്ഷാസാമർഥ്യം ഉണ്ടായിട്ട് തന്ത്രി വലിയ പോലെ മറ്റഹരം തന്നെ ഇല്ലായിരുന്നുവെങ്കിലും അതുകൊണ്ടമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരി എന്നല്ലോ ഇവിടെ ഭവാന്മാരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ആയുധേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി പ്രകാശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉപാസനയ്ക്ക് ശക്തി കയറാനുണ്ടായിരുന്നു. ചന്ദ്രകലാധരനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരൻ നാരദാദി മഹർഷിമാരുടെ മുഖത്തിങ്കൽ നിന്ന് അർജുന തപോവൈഭവത്തെ കേട്ട് അർജുനനെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് നിശ്ചയിച്ച് കിരാതവേഷത്തെ സ്വീകരിച്ച് കിരാതരൂപിണിയായിരിക്കുന്ന പാർവതി ദേവിയോടും അനുകരണ ഭൂതഗണങ്ങളോടും കൂടി കൈലാസത്തെ പ്രാപിച്ച് ദുര്യോധനാൽ നിയുക്തനായിരിക്കുന്ന മൂകാസുരനെ നിഗ്രഹിച്ച് അർജുനനും തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധത്തെ ആരംഭിച്ച സമയത്തിങ്കൽ അർജുനൻ ദിവ്യപരമായിരിക്കുന്ന ആശ്രത്തെ പ്രയോഗിക്കുകയും ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്? വപുഷോ വിഭൂഷണമഭൂ ദാഗ്നേയമത്യുജ്വലം നിർവാണം സുരസിന്ധുപാദസി തഥാപ്യത്യന്തരുഷ്ടോ ദുരാ വായവ്യമസ്ത്രം ശീഘ്രം യേതു വിഷേണ തൽഖരുശി സദ്യ ശിഷേജാമൃതൈ
സ്വാമി ശ്രീ പരമേശ്വരന്റെ നേരെ പ്രയോഗിച്ചു. അതാ അർജുനൻ പ്രയോഗിച്ചത് ദിവ്യമായിട്ടുള്ള അസ്ത്രമാണ്. എന്നാൽ അത് എപ്പോഴാ ഭഗവാന്റെ നേരെ പ്രയോഗിച്ചത് എന്നാണെങ്കിൽ ആ ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരൻ കൈലാസത്തിങ്കൽ പ്രജാപരിപാലനം ചെയ്ത് അധിവസിക്കുക. പ്രജാപരിപാലനം ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഭഗവാന്റെ ഭക്തന്മാരാണ് ആ കൈലാസത്തിങ്കിലുള്ള ആൾക്കാരൊക്കെ. ഭഗവാനൊക്കെ ഒന്ന് നോക്കി അതൊക്കെ സുഖമായിട്ടാണ് ഇരിക്കുന്നതായേ, ഇരുപിരി കുറവൊന്നുമില്ലേ, സുഖമായിട്ട് ആ കാലൊക്കെ അങ്ങോട്ടേക്ക് ഇരിക്കുന്ന വേണം നോക്കിക്കൊണ്ട് വരുന്നതായി. അതാ ഈ ഇരിപ്പം ഒരു സുഖമായിട്ടുള്ള ആരും കണ്ടാൽ അഭംഗി പറയില്ല, വേണം നോക്കിക്കൊണ്ട് വരുന്നതായി. ഇപ്പൊ അഭംഗി പറയില്ല. ഭൂപതകത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ തോന്നുന്നുണ്ട് ഏതായാലും, കൈയൊക്കെ ആയിട്ട് നിൽക്കുന്നത് അവിടെ ഇവിടേക്ക് ഉണ്ട്. ഏതായാലും ഭഗവാൻ നോക്കിയപ്പോഴോ എല്ലാവർക്കും സുഖമായിട്ടുള്ള കാര്യങ്ങളാ. അങ്ങനെ ഇരിക്കുന്ന സമയത്തെങ്കിലാണ് ആ അർജുനന്റെ തപസ്സിന്റെ വൈഭവം. തപസ് ചെയ്തുകൊണ്ടിരിക്കുക, അതികഠിനമായിട്ടാണ് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഭഗവാന് മനസ്സിലായി. ഭഗവാൻ അറിയാനൊന്നുമില്ല ഭഗവാൻ തപസ് അർജുനന്റെ തപസ്സിന്റെ കാര്യം.